ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. സോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയുടെ T20 വേൾഡ് കപ്പ് സ്ക്വാഡ് അനാലിസിസ് ആണ്. മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ഓസ്ട്രേലിയ എപ്പോഴും വ്യത്യസ്തരാക്കുന്ന അവരുടെ വിന്നിംഗ് മെന്റാലിറ്റി തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മിച്ചൽ മാർഷിനെ ക്യാപ്റ്റനാക്കിക്കൊണ്ടുള്ള 15 സ്ക്വാഡിനെയാണ് അവിടെ ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്ക് ആ ഒരു സ്ക്വാഡിലേക്ക് ആദ്യം പോകാം. മിച്ചൽ മാർഷ് ദ ക്യാപ്റ്റൻ, ആസ്റ്റൺ അഗർ, പാറ്റ് കമ്മിൻസ്, ടിം ഡേവിഡ്, നഥാൻ എലിസ്, കാമറോൺ ഗ്രീൻ, ജോഷ് ഹേസൽവുഡ്, ട്രാവിസ് ഹെഡ്, ജോർജ് ഇംഗ്ലീഷ്, ഗ്ലെൻ മാക്സ്വെൽ, മിച്ചൽ സ്റ്റാർക്ക്, മാർക്കസ് സ്റ്റോയിനസ്, മാത്യു വീഡ്, ഡേവിഡ് വാർണർ, ആദം സഭ. നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സൈഡിനെ തന്നെയാണ് T20 വേൾഡ് കപ്പിനായിട്ട് അവിടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഓസ്ട്രേലിയ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു പ്രോബബിൾ 11 വെച്ചിട്ടുള്ള സ്ക്വാഡ് അനാലിസിസ് ആദ്യം പറയാം. അപ്പോൾ ട്രാവിസ്, ഡേവിഡ് വാർണർ കൂട്ടുകെട്ട് തന്നെയായിരിക്കും ഇനീഷ്യൽ മത്സരങ്ങളിൽ ഓസ്ട്രേലിയ പരീക്ഷിക്കാൻ പോകുന്ന ആ ഒരു ഓപ്പണിംഗ് സൈഡ് എന്ന് പറയുന്നത്. ഇവിടെ ഡേവിഡ് വാർണറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരമാണ്. നിലവിലെ പെർഫോമൻസ് എങ്ങനെ ആവുമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും അവിടെ അതർ സൈഡിൽ നിൽക്കുന്ന ട്രാവിസ് ഹെഡ് എന്ന പ്ലെയറാണ്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഹിറ്ററാണ്, ഫിയർലെസ് ആയിട്ടുള്ള ഹിറ്ററാണ്. സോ അവിടെ നല്ലൊരു കോൺട്രിബ്യൂഷൻ അവിടെ ഹെഡിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ ഗെയിമിനെ ഡീപ്പായിട്ട് കൊണ്ടുപോകാൻ വാർണർക്ക് സാധിക്കും. അതായിരിക്കും അവരുടെ ആ ഒരു മെയിൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ. പക്ഷേ ഹെഡിൻ്റെ നിലവിലെ സാഹചര്യം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് ആം പേസ് ബോളേഴ്സിനെതിരെ ആൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് നമുക്കറിയാം. ലാസ്റ്റ് മത്സരത്തിൽ സൺറൈസേഴ്സ് കൊൽക്കത്ത പോരാട്ടത്തിൽ നമ്മൾ കണ്ടു, സ്റ്റാർക്കിനെതിരെ സ്ട്രൈക്ക് എടുക്കാതെ ഓപ്പോസിറ്റ് എൻഡിലായിരുന്നു താരം നിന്നിട്ടുണ്ടായിരുന്നത്. അതായത് സ്ട്രൈക്ക് അഭിഷേക് ശർമ്മയ്ക്ക് കൊടുക്കാൻ നോൺ സ്ട്രൈക്കർ എൻഡിലായിരുന്നു ഹെഡ് നിന്നിട്ടുണ്ടായിരുന്നത്, അവിടെ വിക്കറ്റിന് മുമ്പിൽ വീടായിരിക്കാൻ. ലെഫ്റ്റ് ആം പേസേഴ്സിനെതിരെയുള്ള ആ ഒരു സ്ട്രഗിൾ നന്നായിട്ട് തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് എതിർ ടീം നന്നായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഓപ്പണിംഗ് സൈഡിൽ ഓസ്ട്രേലിയ തകർക്കാൻ സാധിക്കും. പക്ഷേ ഇത് ഓസ്ട്രേലിയയാണ്, എന്തും സംഭവിക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് 1 ഡൗൺ പൊസിഷനിൽ കളിക്കുന്ന മാർഷാണ്. അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള മാർഷ് എന്ന് പറയുന്നത് വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരമാണ്. 1 ഡൗൺ പൊസിഷനിൽ 140 മുകളിൽ സ്ട്രൈക്ക് റേറ്റ് ബാറ്റ് വീശാനും അതോടൊപ്പം തന്നെ 1000 മുകളിൽ റൺസ് ആ ഒരു പൊസിഷൻ സ്കോർ ചെയ്തിട്ടും 40 മുകളിൽ ആവറേജ് ഉള്ളൊരു താരമാണ് പുള്ളി എന്ന് പറയുന്നത്. ബോളിംഗ് സൈഡിൽ നല്ല എക്കോണമി കീപ്പ് ചെയ്ത് ബോൾ ചെയ്യാനും മാർഷിന് സാധിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. സോ ആസ് എ ക്യാപ്റ്റൻ പുള്ളി അടിപൊളിയായിരിക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ട്. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് മാക്സ്വെല്ലാണ്. ആദ്യം നിങ്ങളുടെ മുഖത്തൊരു ചിരി വീഴുമെങ്കിലും നാഷണൽ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവരുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാവാനാണ് സാധ്യതകൾ വളരെയധികം കൂടുതൽ. കാരണം പിൽക്കാല ചരിത്രം എന്ന് പറയുന്നത് അത് തന്നെയാണ്. IPL അത്ര നല്ല ഫോമിലല്ല മാക്സ്വെല്ലെങ്കിലും ബാറ്റിംഗ് സൈഡിലെ കോൺട്രിബ്യൂഷൻ മാറ്റി നിർത്തിക്കഴിഞ്ഞാലും ബോളിംഗ് സൈഡിൽ നല്ല ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ടീമിന് വേണ്ടി നൽകാൻ സാധിക്കുന്ന ഒരു താരം തന്നെയാണ് മാക്സ്വെൽ. വെസ്റ്റ് ഇൻഡീസ് USA കണ്ടീഷനിൽ പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്പിന്നർ തന്നെയായിരിക്കും മാക്സ്വെൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇനീഷ്യൽ മത്സരങ്ങളിൽ മാക്സ്വെല്ലിനെ അവർ പരീക്ഷിക്കുമെന്ന് പറയാൻ കാരണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റോയിനസ് ആൻഡ് ടിം ഡേവിഡ്. രണ്ടുപേരുടെയും കാര്യം എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം. സ്റ്റോയിനസിൻ്റെ കാര്യം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ബോളിംഗ് സൈഡിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും, ഒരു 2 to 3 ഓവർ എറിയാൻ സാധിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബാറ്റിംഗ് സൈഡിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഹിറ്റർ തന്നെയാണ് സ്റ്റോയിനസ് എന്ന് പറയുന്നത്. ഇതേ പാറ്റേൺ തന്നെയാണ് ടിം ഡേവിഡ് ഫോളോ ചെയ്യുന്നത്. ഈ നല്ല സാഹചര്യങ്ങളിൽ നല്ല സാഹചര്യങ്ങളിൽ ബാറ്റ് വീശാൻ സാധിക്കുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഹിറ്റ് തന്നെയാണ് ടിം ഡേവിഡും. ഇവിടെ സ്റ്റോയിനസിൻ്റെ കാര്യത്തിലേക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ വേണ്ടി വന്നു കഴിഞ്ഞാൽ താരത്തിൻ്റെ ഭാഗത്തുനിന്ന് അത്യാവശ്യം ഒരു എന്താ പറയണ്ടത്, ലോ സ്കോർ ആണെങ്കിൽ ഒന്ന് പിടിച്ചു നിർത്തി ഗെയിമിനെ ഡീപ്പായിട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ 20 ഓവർ വരെ നിന്ന് ബാറ്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു താരമാണ് ഈ സ്റ്റോയിനസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പലർക്കും സംശയമുള്ള ഒരു കാര്യമാണ് ആരായിരിക്കും വിക്കറ്റ് കീപ്പർ എന്നുള്ളത്. മാത്യു വീഡിനെ മാറ്റി നിർത്തി ജോഷ് ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും ഇത്തവണ വിക്കറ്റ് കീപ്പറായിട്ട് വരാൻ സാധ്യതകൾ കൂടുതൽ. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്യു വീഡിൻ്റെ സൈഡ് എന്ന് പറയുന്നത് സൈഡിലേക്കാൾ കൂടുതൽ ഈ ഒരു ബാറ്ററിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഹിറ്ററാണ്. അധികം ബോളുകൾ വേസ്റ്റ് ചെയ്യാതെ നല്ല സ്ട്രൈക്ക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്ത്, ഓഫ് കോഴ്സ് മിഡിൽ ഓവറിലേക്ക് വരുമ്പോൾ T20 എപ്പോഴും സ്ട്രൈക്ക് റേറ്റ് തന്നെയാണ് ആവറേജിനേക്കാൾ മുകളിൽ നിൽക്കുന്നത്. അപ്പോൾ സ്ട്രൈക്ക് റേറ്റിൻ്റെ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ജോസ് ഇംഗ്ലീഷ് തന്നെയാണെന്ന് തോന്നുന്നു. ഇനിഷ്യൽ മത്സരങ്ങളിൽ എന്തായാലും അദ്ദേഹത്തിന് തന്നെയായിരിക്കും അവർ പരീക്ഷിക്കുക. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് പേസ് ബോളിംഗ് സൈഡിലെ താരനിബിഡമായിട്ടുള്ള ഒരു സൈഡ് തന്നെയാണ് ഓസ്ട്രേലിയക്കുള്ളത്. മിച്ചൽ സ്റ്റാർക്ക്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പാറ്റ് കമ്മിൻസ്, ഇവർ രണ്ടുപേർ തന്നെ മതി സ്പേസ് ബോളിംഗ് സൈഡിൽ. എന്തായാലും ജോർജ് ഹേസൽവുഡിനെ അവർ ഇനിഷ്യൽ മത്സരങ്ങളിൽ പരീക്ഷിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആൻഡ് ഒരു സ്പിന്നറായിട്ട് അവിടെ ആദം സാബു തന്നെയായിരിക്കും. മറ്റൊരു സ്പിന്നറായിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ മാക്സ്വെല്ലിനെ തന്നെയായിരിക്കും യൂസ് ചെയ്യുക. ഒരു എക്സ്ട്രീം സ്പിൻ ട്രാക്കിലേക്ക് വന്നാൽ മാത്രമേ അഗാറിലേക്ക് അവർ പോകാനുള്ള സാധ്യതയുള്ളൂ. ആൻഡ് ഇപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം ഗ്രീനിനെ പരീക്ഷിക്കാൻ ചാൻസ് ഇല്ലെന്ന്. എനിക്ക് തോന്നുന്നു ഗ്രീനൊക്കെ ഇനിഷ്യൽ മത്സരങ്ങളിൽ ചാൻസ് കിട്ടാൻ വളരെ സാധ്യതകൾ കുറവായിരിക്കും. എന്തായാലും ഒരു സ്ക്വാഡ് മാറ്റി മറിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇനിഷ്യൽ മത്സരങ്ങളിൽ ഗ്രീനിന് ചാൻസ് കിട്ടാനുള്ള സാധ്യതകൾ വളരെയധികം കുറവായിരിക്കും. എന്തായാലും ഇതാണ് എനിക്ക് തോന്നുന്ന ഒരു പ്രോബബിൾ 11. ആൻഡ് നഥാൻ എലിസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇനിഷ്യൽ മത്സരങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ചാൻസ് കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ്. എന്തായാലും വളരെ പ്രോമിസിങ് ആയിട്ടൊരു സ്ക്വാഡിനെ തന്നെയാണ് ഓസ്ട്രേലിയ അവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ എന്തെങ്കിലും നാക്കുളിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തെറ്റുകൾ തിരുത്തി പറയുക. അതിന് ഞാൻ ആദ്യം തന്നെ സോറി ചോദിക്കുന്നു. ഇത് ഒറ്റ സൈഡിൽ റെക്കോർഡ് ചെയ്ത് ഇതായിട്ട് റെക്കോർഡ് ചെയ്ത് പോകുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് തെറ്റുകൾ സംഭവിച്ചേക്കാം, ഞാൻ എഡിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വെച്ചാൽ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങളൊരു പ്രോബബിൾ 11 ഓസ്ട്രേലിയയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഗൂഗിൾ സൈനിങ് ഓഫ്. ബൈ ബൈ.